PC ജോർജിന് എന്ത് മഹാത്മാഗാന്ധി? സ്വന്തം ശൈലിയിൽ കുറച്ച് അശ്ലീലവും കുറച്ച് മസാലയും ചേർത്ത് മഹാത്മാവിനെ അധിക്ഷേപിച്ചാൽ ചാനലുകാർ മയക്കം കൊണ്ടുവരുമെന്ന് PC-ക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് നാളായിട്ട് മേപ്പടിയാനെ ആരും വലിയ കാര്യത്തിൽ ഗൗനിക്കുന്നില്ല. അതിൻ്റെ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് പുള്ളിക്കാരനുണ്ട് താനും. അപ്പോൾ അതിന് PC കണ്ടെത്തിയ പുതിയ വഴിയാണ് മഹാത്മാഗാന്ധിയെ അങ്ങ് അപമാനിക്കുക. എങ്കിലും ജോർജെ അത്രയ്ക്കങ്ങ് നിഗളിക്കണ്ടായിരുന്നു. തെറി പറയുന്നതും അധിക്ഷേപിക്കുന്നതും ആരെയാണെന്ന ബോധ്യം വേണ്ടേ PC സാറേ? കുറെ കാലമായാലും ഈ വെളുത്ത കതറും പുതപ്പിച്ച് പൊതുപ്രവർത്തകനാണേ എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെ തെറി പറയുന്നതിന് മുൻപ് അത് പറയാനുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് PC ജോർജ് ഒന്ന് അന്വേഷിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നാണ് PC-യുടെ ഭാഷ്യം. ബ്രിട്ടീഷുകാർക്ക് വേണ്ടാതായപ്പോൾ ഇട്ടേച്ചു പോയതെന്നാണ് പൊതുപ്രവർത്തകൻ എന്ന് വീമ്പ് പറയുന്ന ഈ മഹാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചില്ലറ ഉളുപ്പൊന്നുമല്ല ഹേ. അങ്ങ് ആഫ്രിക്കയിൽ പോയി ചവിട്ട് വാങ്ങിയെങ്കിലും ഈ ഇന്ത്യയിൽ വെച്ച് ആരും അദ്ദേഹത്തെ ചവിട്ടിയിട്ടില്ല എന്നാണ് PC ജോർജ് പറയുന്നത്. 2 പെൺകുട്ടികളുടെ തോളിൽ കയറ്റി നടന്ന അദ്ദേഹം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് PC ജോർജ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത്. പറയുന്നത് രാഷ്ട്രപിതാവിനെ ആണെന്ന് ഓർക്കണം. അതും മന്ത്രിയായും അല്ലാതെയും ഒരുപാട് സ്ഥാനങ്ങൾ അലങ്കരിച്ച ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. അല്ലെങ്കിലും രാഷ്ട്രപിതാവിനെ കൊല്ലാതെ കൊല്ലുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ആദ്യം വെടിവെച്ച് കൊന്ന ആളിനെ മഹാനാക്കി വീണ്ടും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് നമ്മൾ ഇന്ത്യക്കാർ തന്നെ നിറയൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊന്നയാളെ മഹാനെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന ഒരു കൂട്ടം കഴുകന്മാർക്കിടയിൽ ദംഷ്ട്രകൾ ഒളിപ്പിച്ചു വയ്ക്കാനാവാതെ ചോര കണ്ട ഉന്മാദാവസ്ഥയിലായ രാഷ്ട്രീയ രാക്ഷസനായി പരകായ പ്രവേശനം ചെയ്തിരിക്കുകയാണ് PC എന്ന ജോർജ്. അധികാരവും സീറ്റുമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കുറെ ജൽപ്പനകൾ മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് PC ജോർജ്. ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ലൈം ലൈറ്റിൽ നിന്നാൽ മാത്രമേ ആരെങ്കിലുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കൂ. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. രാജ്യസ്നേഹം തികട്ടി വരുമ്പോൾ ചിലരൊക്കെ ചെയ്തു കൂട്ടുന്ന ആചാരം കൂടിയാണല്ലോ ഇപ്പോൾ ഗാന്ധിയെ അവഹേളിക്കുക എന്നത്. ജോർജ് ചെയ്യുന്നതും അതുതന്നെയാണ്. കുറ്റം PC ജോർജിൻ്റെതല്ല എന്ന് തന്നെ പറയാം. പിന്നെ ആരുടേതാണ് കുറ്റം? ഇയാളെ ഇപ്പോഴും ഞങ്ങളുടെ നേതാവാണെന്ന് പറഞ്ഞ് തലയിലേറ്റി നടക്കുന്ന കുറെ കഴുതകൾ. അവരാണ് ശരിക്കും ഇവിടെ കുറ്റക്കാർ. അവരാണ് ഇയാളെ പോലെയുള്ളവർക്ക് വീണ്ടും അനാവശ്യ പ്രസക്തി നൽകുന്നത്.